അതയും താണ്ടി കൊടൈക്കനാലിലേക്ക്. മലനിരകളുടെ രാജകുമാരിയാണ് കൊടൈക്കനാൽ. കണ്ടാലും കണ്ടാലും തീരാത്ത യാത്രാനുഭൂതികളാണ് ഓരോ വരവിലും കൊടൈക്കനാൽ സമ്മാനിക്കുന്നത്. തണുപ്പാസ്വദിച്ചുള്ള വൈബിൽ ഓരോ യാത്രകളും മടുപ്പിക്കാറില്ല. മധ്യവേനലവധിക്കാലത്ത് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു പ്രധാന സ്ഥലം. എന്നാൽ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഹിറ്റോടെ ക്ലീഷേയായിരുന്ന കൊടൈക്കനാൽ യാത്രകൾ വീണ്ടും റീലോഡാവുകയാണ്. തിരുമ്പി വന്നിട്ടെന്ത് സൊല്ല് എന്ന് പറഞ്ഞ പോലെ പളനി വഴി കൊടൈക്കനാൽ ടൂറുകളുടെ ഘോഷം തുടങ്ങി. സീൻ മാറുകയാണ്. കാഴ്ചകളുടെ വിരുന്നാണ് കൊടൈക്കനാൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. പുരാതന ക്ഷേത്രങ്ങൾ മുതൽ പച്ചപ്പ് നിറഞ്ഞ പൂന്തോട്ടങ്ങൾ വരെ, കാടിന് നടുവിലെ വെള്ളച്ചാട്ടങ്ങൾ, കോക്കേഴ്സ് വാക്ക്, പൈൻ തോട്ടങ്ങൾ, ഗുണാഗുഹ, തടാകങ്ങൾ, സൂയിസൈഡ് പോയിന്റ്, ഗ്രീൻ വാലി വ്യൂ, ഷെബാംഗന്നൂർ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, പില്ലർ റോക്സ്, സിൽവർ കാസ്കേഡ്, ഡോൾഫിൻ നോസ്, മുരുകക്ഷേത്രം തുടങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൊണ്ട് സമ്പന്നം. ക്ഷേത്രനഗരിയായ പഴനി വഴിയാണ് കൊടൈക്കനാൽ യാത്ര. പഴനി വിട്ട് പച്ചപ്പ് നിറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഭൂപ്രകൃതി ക്രമേണ മാറുന്നു. പച്ചപ്പ് നിറഞ്ഞ വയലുകൾ ഇരുണ്ടുകൂടുന്ന കുന്നുകൾക്ക് വഴിമാറുന്നു. ഓരോ തിരിവിലും അന്തരീക്ഷം ശാന്തം. താമസിയാതെ കുന്നുകളുടെ അടിവാരത്തെത്തുന്നു. മുകളിലേക്ക് കയറും തോറും അതിമനോഹരമായ കാഴ്ചകൾ. സുന്ദരമായ ഗ്രാമങ്ങളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ മലതകത്താഴ്വരകൾ. താഴെ മലഞ്ചെരുവുകളിലൂടെ താഴേക്ക് പതിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ നേർക്കാഴ്ചകൾ. താങ്ക് യു. അതുപോലെ തന്നെ കൊടൈക്കനാലിലെത്തിയാൽ സഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണമാണ് ഗുണാഗുഹ. 1821 ഇംഗ്ലീഷ് ഓഫീസർ ആയിരുന്ന BS വാർഡാണ് ഈ ഗുഹ കണ്ടെത്തിയത്. ഭീമാകാരമായ 3 പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെ തോന്നിക്കും. അഗാധമായ ഗർത്തത്തിൽ വീണ് 13ഓളം പേര് മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ ആഴങ്ങളിലേക്ക് വീണവരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള കഥയാണ് നമ്മുടെ മലയാളം ഫിലിം മഞ്ഞുമ്മൽ ബോയ്സ് പറയുന്നത്. കമ്പി കെട്ടിയ സുരക്ഷിതമാക്കിയ പ്രവേശന കവാടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഗുണാഗുഹയുടെ കാഴ്ചകൾ ആസ്വദിക്കാം. എന്ത് മനോഹരമാണ്. മഞ്ഞ് കോട മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയാണിപ്പോൾ. പ്രത്യേകിച്ച് മഴ ഒരു സീസണായതുകൊണ്ട് നമുക്കിതിൻ്റെ അടിയിലേക്കൊന്നും, ഈ ഗുഹയുടെ അടിയിലേക്കൊന്നും കാണുന്നില്ല. അത്രയും മനോഹരമായിട്ടാണ് നമുക്കിത്. അതുപോലെ തന്നെ കൊടൈക്കനാലിൽ സഞ്ചാരികളുടെ മറ്റൊരു ആകർഷണമാണ് പില്ലർ റോക്സ്. 400 അടിയിലധികം ഉയരത്തിൽ നിൽക്കുന്ന 3 ഗ്രാനൈറ്റ് തൂണുകൾ ഉൾക്കൊള്ളുന്ന പ്രകൃതിദത്ത പാറക്കൂട്ടമായ പില്ലർ റോക്സിൽ എത്തിച്ചേരുന്നു. 19-ാം നൂറ്റാണ്ടിൽ പാത നിർമ്മിച്ച ലഫ്റ്റനന്റ് കോക്കറുടെ പേരിലുള്ള കുത്തനെയുള്ള പാറക്കെട്ടുകളുടെ അരികിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന നടപ്പാത. അതിനു താഴെ കോടമഞ്ഞ് മൂടിയ കുന്നുകൾ, വിശാല ദൃശ്യങ്ങൾ, നയന മനോഹരം. അങ്ങനെ കൊടൈക്കനാലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സഞ്ചാരികൾ ധാരാളം എത്തിയിട്ടുണ്ട്. അവരും കൊടൈക്കനാലിൻ്റെ സൗന്ദര്യം. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് പൈൻ മരങ്ങൾ. HD ബ്രയാൻഡ് എന്ന ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു.
ഫോട്ടോ എടുക്കാനാണ്. കുട്ടി ഇവിടെ വെള്ളം ഉണ്ടോ മക്കളെ? Sita? Yeah, Sita. Sita. How are you? How are you? Fine. Fine. Okay. Okay. Thank you. Thank you. Hi, Leah. Hi, Leah. Hi. Hmm.